നാരീശക്തി വന്ദൻ വനിതാ സംവരണം ഉറപ്പാക്കുകയാണ് ഈ വാക്കുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതും കേന്ദ്ര സർക്കാർ. പാർലമെൻറ്റിൽ വനിതകളുടെ എണ്ണം കൂട്ടണം. അതിനായിട്ടാണ് നാരീശക്തി വന്ദൻ എന്ന പേരിൽ പുതിയൊരു നീക്കത്തിനായി കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പോഴത്തേതിൽ നിന്നും വ്യത്യസ്തമായി പാർലമെൻറ്റിലെ അംഗങ്ങളുടെ എണ്ണം 850 ഉയർത്തും. 33% സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കും, വനിതകൾക്കായി. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ ചർച്ചകളാണ് പാർലമെൻറ്റിൽ നടന്നത്. പ്രതിപക്ഷം ഒന്നടങ്കം വനിതാ സംവരണത്തെ അനുകൂലിച്ചെങ്കിലും പക്ഷേ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശശുദ്ധിയെയാണ് ചോദ്യം ചെയ്തത്. കാരണം വനിതാ സംവരണം നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അംഗബലത്തിൽ നടപ്പാക്കണം എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യം. അതായത് 543 പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒപ്പം അതിൽ തന്നെ വനിതാ സംവരണം കൂടി നടപ്പാക്കണം എന്നവർ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കായിരുന്നു BJPയുടെ ലക്ഷ്യം. മണ്ഡലം പുനർനിർണയം എന്നതിലൂടെ സീറ്റ് വർദ്ധിപ്പിക്കണം, അതായത് 850 ഉയർത്തണം. ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയാണ് പ്രതിപക്ഷം വലിയ സംശയക്കണ്ണുകൊടുകൂടി നോക്കിക്കാണുന്നത്. എന്തായാലും കൊണ്ടുപിടിച്ച ചർച്ചകളായിരുന്നു പാർലമെൻറ്റിൽ. പ്രതിപക്ഷം ഒന്നടങ്കം പലതരത്തിൽ ഈ നീക്കത്തിനെ എതിർത്തു സംസാരിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നിശിതമായി വിമർശിച്ചു. പക്ഷേ എങ്കിലും ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഭരണപക്ഷത്തിൻ്റെ തീരുമാനം. കാരണം അവർ പ്രധാനമായും പറയുന്നൊരു കാര്യമുണ്ട്. ജനസംഖ്യ ആനുപാതികമായി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ആയിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും വളരെയധികം ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായും പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കുക, തൊട്ടു പിന്നാലെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. പക്ഷേ അതിനെ ആണ് ഒന്നടങ്കം പ്രതിപക്ഷം എതിർക്കുന്നത്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ശക്തിയുക്തമായി എതിർത്തത് തൃണമൂൽ കോൺഗ്രസും DMKയും ഒക്കെയാണ്. DMK പ്രധാനമായും ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ ശക്തിയായി എതിർത്ത് രംഗത്തുണ്ട്. അവർ കറുത്ത കൊടികൾ ഉയർത്തിയും ഒപ്പം കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുമൊക്കെയായിരുന്നു അവരുടെ പ്രതിഷേധം. DMK അംഗങ്ങൾ പാർലമെൻറ്റിൽ എത്തിയത് തന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു. തൃണമൂൽ കോൺഗ്രസും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരെക്കാളും ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചായിരുന്നു DMKയുടെ പ്രതിഷേധം. കാരണം ഈ സീറ്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ഈ 5 സംസ്ഥാനങ്ങളിൽ കാര്യമായ തരത്തിൽ പ്രയോജനം ഇല്ല എന്നാണ് തെക്ക് സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർ പറയുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മറ്റ് സഖ്യകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ എപ്പോഴും അവർക്ക് സഹായം കിട്ടുന്ന ഈ സംസ്ഥാനങ്ങളിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടാകാത്ത തരത്തിലായിരിക്കും മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. BJPക്ക് വലിയ സഹായം ലഭിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് എന്ന ഭീതിയെ അവർക്ക് ഒഴിവാക്കാൻ കഴിയും എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ. എന്തായാലും ചർച്ചകൾ വലിയ തരത്തിൽ നടന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തു. എങ്കിലും ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ നീക്കം. പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പാർലമെൻറ്റിൽ വലിയ തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്, പ്രത്യേകിച്ചും വനിതകളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ. ഒപ്പം BJP നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞതും. പക്ഷേ ഈ വനിതാ സംവരണത്തിൻ്റെ പേരിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നീക്കം എന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ചില ഉപമകളും നടത്തി. ആ ഉപമകൾ പാർലമെൻറ്റിൽ വലിയ തരത്തിലുള്ള ഒച്ചപ്പാടുകൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്തായാലും നാരീശക്തി വന്ദൻ വലിയ ചർച്ചയായി മാറി. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ബില്ലിനുമപ്പുറം ഇനി ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും. ഇരു സ്ഥലങ്ങളിലും ബില്ല് പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഒക്കെ തന്നെ ബില്ലിൻ്റെ പേരിൽ അവർക്ക് വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് അവർ അവകാശവാദം ഉന്നയിക്കും.
പക്ഷേ ഇതിനെയൊക്കെ എതിർക്കുക എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ബില്ല് പാസ്സാകണം എന്നുണ്ടെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. അതായത് 360 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ വേണം. നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് അത്രയധികം അംഗബലം ഇല്ല. അതുകൊണ്ട് തന്നെ പാസ്സാകുന്ന കാര്യം ഇനി ഒരിക്കലും ഈ സമീപകാലത്തൊന്നും ഉണ്ടാവുകയുമില്ല. പക്ഷേ ബില്ലിന്മേലുള്ള ശക്തമായ ചർച്ചകളുമായി BJP മുന്നോട്ട് പോകും. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ പ്രതിപക്ഷത്തിന് അതിൻ്റെ മുനയൊടിക്കാൻ കഴിയുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായ ചിന്തയോടുകൂടിയാണ് BJPയുടെ നീക്കമെന്ന് കോൺഗ്രസും DMKയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ വലിയ സ്വരത്തിൽ വാദിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നാരീശക്തി വന്ദൻ വലിയ ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്.